അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമങ്ങളെല്ലാം വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാൻ ഒരു കാര്യം ചോട്ടെ, എനിക്ക് വേണ്ടി എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് വഴിയെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. എന്താ ഉറക്കം വരുന്നു. ഫ്ലാഷ് ബാക്ക്. ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അടിക്കാം. പക്ഷേ ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോ റൂം എടുക്കത്തില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിനുള്ള അങ്ങോട്ട് വരാൻ പറയും. എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണ് എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണ് എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണ് ഇപ്പൊ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണേലും ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായോ? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നി കേട്ടാ. നീ വലിയവനാടാ. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.